വെൽക്കം ബാക്ക് ടു സ്വസ്തി. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കണ്ണൂരിൽ അധികം ആരും കേട്ടിട്ടില്ലാത്ത ബേബി ബീച്ചിലേക്കാണ്. എന്തായിരിക്കും ബേബി ബീച്ച് എന്നുള്ള പേര് വരാനുള്ള കാരണം? നമുക്ക് പോയി നോക്കാം അല്ലേ. ഏതോ നിഴൽ തുമ്പികൾ ഉള്ളിയോ കാതോർക്കയാ രാവുകൾ കാറ്റായി വരും നിന്റെ കാലവും തങ്കത്തിങ്കത്തേരേതി വണ്ണപ്പൂവിൻ തേൻ തേടി കിളിക്കുമ്പിൽ കൈമാറും മോഹങ്ങളെ എന്നും നിന്നെ കൺകോണിൽ നിന്നും പൊന്നായി കാത്തോളാം. ഒന്നും മിണ്ടാതെന്തേ നീ നിൽപ്പൂ മുന്നിൽ മിഴിയറിയാതെ വന്നു നീ ഞാൻ കനവറിയാതെ ഏതു കിനാവു പോലെ മനമറിയാ പാറിയ മനസരസോറും പ്രണയനിലാക്കിളി നീ സഹാന പാടി. ബീച്ചിൽ നിന്ന് മടങ്ങിയപ്പോഴേക്ക് നല്ല വിശപ്പായി. അതുകൊണ്ട് ഞങ്ങളൊരു മോമോസ് കഴിക്കാൻ കയറി. തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്ക് അമ്മയും ഷൈലാൻഡിയും കൂടെ അരിക്കടക്കയും പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ പ്രതീക്ഷയിലാണ് വീട്ടിലേക്ക് കയറി ചെന്നത്. ദേവാമൃതം നൽകിയോ തെന്നലേ പൂന്തേനിലും മധുരം തരും അനുഭൂതികൾ കൊണ്ടുവാ ശലഭമേ ഇന്നുള്ളിൽ ചാഞ്ചാടും കാണാ സ്വപ്നപ്പൂപ്പാടം കൊയ്യാനെത്തും കിന്നാര പൊൻകാക്കളെ ഒരു തീരം തേടാതെ ഓളച്ചില്ലിൽ നീന്താതെ ഈരം ചുണ്ടിൽ മൂളാത്തൊരീണം തരൂ നീയറിയാതെ വന്നു നീ കനവറിയാതെ ഏതു കിനാവു പോലെ. ഇന്നത്തെ വീഡിയോയിൽ ബിരിയാണിയുടെ റെസിപ്പിയോ കുക്കിങ്ങോ ഡീറ്റെയിൽസോ ഒന്നും ഞങ്ങൾ ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് അതിൻ്റെ ഫൈനൽ ലുക്ക് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അമ്മക്കും ആൻറ്റിക്കും സമയം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ബിരിയാണി കാണുമ്പം നിങ്ങൾക്കും കഴിക്കാൻ തോന്നില്ലേ? അടിപൊളിയായിരുന്നു. ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മലബാറുകാർക്ക് ഒരു വികാരമാണ്. അതുപോലെ തന്നെയാണ് അരിക്കടക്ക. അരിക്കടക്കയും ഞങ്ങളുടെ സ്വന്തം വിഭവമാണ്. ഇവിടെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അരിക്കടക്കയും മസ്റ്റാണ്. ഇന്നത്തെ കൊഞ്ചൻ ബിരിയാണിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞങ്ങളുടെ സ്വന്തം ഫാമിൽ നിന്ന് പിടിച്ച ഫാം ഫ്രഷ് കൊഞ്ചനാണ്. അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ അങ്കിളുടെ കൊഞ്ചൻ ഫാമിൻ്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ കൊഞ്ചൻ ബിരിയാണിയും അരിക്കടക്കയും ഒക്കെ വയറ് നിറയെന്ന് കഴിച്ചു. എത്ര എണ്ണ കഴിച്ചെന്നുള്ളതിനൊരു കൈയും കണക്കും ഇല്ല. അങ്ങനെ വയറും മനസ്സും നിറഞ്ഞ സന്തോഷത്തിൽ ഞങ്ങളിന്ന് സുഖമായി കിടന്നുറങ്ങി.